ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന രാജ്യമായി തായ്ലൻഡ് മാറുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം മാത്രം തായ്ലൻഡ് വിസിറ്റ് ചെയ്ത ഇന്ത്യക്കാരായി 21 ലക്ഷം പേരാണ്. അപ്പൊ പൊതുവെ എല്ലാവർക്കും ഒരു കരുതലുണ്ട്. അതായത് ഈ പട്ടായ എന്ന് പറയുന്ന അട്രാക്ഷന്റെ പേരിൽ മാത്രമാണ് എല്ലാവരും തായ്ലൻഡിൽ പോകുന്നത്. പട്ടായ എന്ന് പറയുമ്പോൾ സെക്സ് ടൂറിസത്തിന് ഓൾ ഓവർ ദ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രദേശമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പട്ടായയിൽ പോയാൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് കപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഹണിമൂൺ ടൂറിന് വേണ്ടിയിട്ട് അവിടെ വരുന്നവരുണ്ട്, അല്ലാതെ ഏജ്ഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് റിട്ടയർമെന്റിന് ശേഷം അവിടെ വരുന്നവരുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് ഗേൾസ് ട്രിപ്പും അവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഈ സെക്സ് ടൂറിസത്തിന് അപ്പുറമുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ആൾക്കാർ തായ്ലൻഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് പോയപ്പോൾ വിസ വേണ്ട എന്നുള്ളതാണ്. മുമ്പ് നമുക്ക് വിസ ഓൺ അറിയില്ലായിരുന്നു, ഇപ്പൊ വിസ പോലും വേണ്ട. അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു 30 ദിവസം അവിടെ താമസിക്കാനുള്ള ലൈസൻസ് ഗവൺമെന്റ് തരികയാണ്. രണ്ടാമതായിട്ട് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ഇതൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമാണ്. നമ്മുടെ മ്യാൻമറിന്റെ തൊട്ടപ്പുറത്ത് ഈ തായ്ലൻഡ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് മിക്കവാറുള്ള എല്ലാ ആൾക്കാർക്കും അവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 2.5 ഇന്ത്യൻ രൂപ കൊടുത്താൽ ഒരു തായ് ബാത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള മധ്യവർഗത്തിന് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് ഈ തായ്ലൻഡ് ട്രിപ്പ് അത്ര വലിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. അവിടെ ആഹാരത്തിനും താമസത്തിനും ഒക്കെ നമുക്ക് വളരെ റേറ്റ് കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ പട്ടായയിൽ വരെ തന്നെ നമുക്ക് പോയാൽ, ഞാൻ പറഞ്ഞു ഒരുപാട് പേര് അവിടെ സ്ത്രീകൾ മാത്രമുള്ള ട്രിപ്പ് വരുന്നുണ്ട്, ഹണിമൂൺ ട്രിപ്പ് വരുന്നുണ്ട്. അതിന് കാരണം അവിടെ കോറൽ ഐലൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്, ഒപ്പം തന്നെ അവിടെ ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇപ്പൊ പാരാഗ്ലൈഡിങ് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂബ ഡൈവിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റും. ഒപ്പം തന്നെ അവിടെ ഹോസ്പിറ്റാലിറ്റി, ഈ നമ്മൾ ഇന്ത്യക്കാരെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടൂറിസ്റ്റുകളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നുള്ളത്. ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബാങ്കോക്ക് ഉണ്ട്, ഫുക്കറ്റ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ്. പിന്നീട് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെയും തായ്ലൻഡിന്റെയും കൾച്ചറിലുള്ള ഒരു സിമിലാരിറ്റിയാണ്. ഇപ്പൊ നമ്മൾ ബാങ്കോക്കിൽ സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ അവിടെ കാണുന്ന പിക്ചേഴ്സും സ്കൾപ്ചേഴ്സും മുഴുവൻ രാമായണമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാമായണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ. അതെന്തുകൊണ്ടാണ് അവിടെ ഈവൻ ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും അവിടെ ഇന്ത്യയുടെ ഹിന്ദുയിസ് ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഈ തായ്ലൻഡിനെ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാക്കി ഇന്ത്യക്കാരുടെ മുന്നിൽ മാറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് സെക്സ് ടൂറിസം എന്നൊരു സംഭവം അവിടെ വളരെ വലിയൊരു അട്രാക്ഷൻ ആണ്. അത് താല്പര്യമുള്ളവർക്ക് അതിന് ഏറ്റവും ചീപ്പ് ഓപ്ഷൻസും ഉണ്ട്. വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്.